ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മമ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അച്ചാച്ചൻ ദാ ഇവിടെ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് കണ്ടതും ചോട്ടും അടുത്ത് കൂടിയിട്ടുണ്ട്. ഇനി ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് വായിൽ വെക്കുന്നത് വരെ ചോട്ടുവിനൊരു സമാധാനം ഉണ്ടാവില്ല. ചോട്ടു പിന്നെ കേക്ക് കണ്ടപ്പോൾ മുതലേ കേക്കിൻ്റെ അടുത്ത് തന്നെ സ്ഥലം പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. കേക്ക് നല്ല രസമുണ്ട്, നല്ല അടിപൊളി കേക്ക്. ചോക്ലേറ്റ് ഫ്ലേവറാണ്. നന്നുവിന് ചോക്ലേറ്റ് ഫ്ലേവറാണ് കൂടുതലിഷ്ടം. നന്നു ചോക്ലേറ്റ് ഫ്ലേവർ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കി രണ്ടുപേരും ഏത് കേക്കും കഴിക്കും, പക്ഷേ നന്നു ചോക്ലേറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് കവടിയാറുള്ള സുപ്രീമിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള പരിപാടിയാണ്. ചോട്ടോനാണെങ്കിൽ അവിടെ ഇരുന്നിട്ടൊന്നും വലിയ ഇരിപ്പൊന്നും ഉറക്കണില്ല, അങ്ങനെ ചാടി കളിച്ചുകൊണ്ട് നടക്കുവാണ്. കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി നന്നു ചേച്ചിയുടെ കൂടെ വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. 3 കൊച്ചുമക്കളും കൂടി അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് കേക്ക് മുറിക്കാൻ പോവാം. കേക്ക് കട്ട് ചെയ്ത് ചോട്ടുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ചോട്ടു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം മീറ്റവും നന്നുവും മമ്മിയുടെ വായിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഉള്ള ചോട്ടുവിൻ്റെ റിയാക്ഷൻ കാണണം, നല്ല രസമായിരുന്നു. എന്നും പറഞ്ഞിട്ടാണ് ചോട്ടും എല്ലാവരുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അമ്മച്ചിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതെന്നുള്ളൊരു മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. ആരെങ്കിലും എൻ്റെ വായിലൊന്ന് വെച്ച് തന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരിപ്പുണ്ട്. നന്നു ചേച്ചി വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ചോട്ടുവിന് ഇത്തിരി സന്തോഷമായത്. ഇവിടെ ഇപ്പോൾ ഒരു കുറവെന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിൽ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. ചോട്ടുവിനും അപ്പോഴും കണ്ണ് കേക്കിലോട്ട് തന്നെയാണ്. അതൊന്ന് വാരിയെടുത്ത് വായിക്കാത്തിട്ടിരുന്നെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ ചോട്ടുവിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. ലിജി വന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും കൈ നീട്ടി ഇരിപ്പുണ്ട്. പിന്നെയും വായിൽ കിട്ടിയപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. കേക്ക് കഴിച്ച് ചോട്ടുവിൻ്റെ വായിക്കകത്ത് മൊത്തം ചോക്ലേറ്റ് കളറായി. ആരൊക്കെ കേക്ക് കട്ട് ചെയ്ത് മമ്മിക്ക് കൊടുക്കാൻ നിന്നാലും ചോട്ടുവിനും വേണം. അങ്ങനെ കഴിച്ച് വായിക്കകത്ത് മൊത്തം ചോക്ലേറ്റ് കളറായപ്പോൾ ലിജി ആണെങ്കിൽ നന്നുവിനും മീട്ടുവിനും കേക്ക് കൊടുക്കാൻ നേരത്ത് തേണ്ട പുറകെ കണ്ടോ വായും പൊളിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അവൾക്കും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തിരിയെങ്കിലും സമാധാനമായത്. ഇങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വിളിച്ചിട്ടുണ്ട്, വീഡിയോ കോളിലാണ്. അപ്പോഴും ചോട്ടുവിൻ്റെ പകുതി ശ്രദ്ധയും കേക്കിലോട്ടാണ്. എവിടെ മമ്മി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ചോട്ടു കേക്കിലേക്ക് നോക്കി കേക്ക് കട്ട് ചെയ്ത് ആരും അറിയാതെ ഇത് കട്ട് ചെയ്ത് എടുക്കാനുള്ള ശ്രമത്തില്ല. പക്ഷേ എന്തോ അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും കേക്ക് അങ്ങോട്ട് കട്ടായി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇനി അടുത്താണ് നന്നു ആൻഡ് ടീംസിൻ്റെ ഡാൻസാണ്. അവരവിടെ കിടന്ന് ഭയങ്കര പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ചോട്ടുവും കൂടെ കൂടിയിട്ടുണ്ട്. ചോട്ടുവും ഡാൻസ് കളിക്കുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അത് നോക്കി ചോട്ടുവും അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചിമാരുടെ ഒപ്പത്തിനെത്താൻ പറ്റിയില്ലെങ്കിലും അവളും ഒരു ലെവൽ വരെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെയൊക്കെ അവളും കളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് 3 പേരും 3 വഴിക്കായി. അപ്പോഴാണ് നന്നു ചേച്ചി താഴെ ബീൻ ബാഗുമായിട്ട് കിടക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ചോട്ടോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിലൂടെ ചാടിക്കളിക്കണം. ഇനിയാണ് രസം. നന്നു ചേച്ചി കാല് മാറ്റിയപ്പോഴത്തേക്കും ചോട്ടു ആണെങ്കിൽ പിണങ്ങിപ്പോയി സെറ്റിൽ കയറിയിരുന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടങ്ങനെ പിണങ്ങിയിരിക്കുവാണ്. പിണങ്ങിയിരുന്നിട്ട് കണ്ണൊക്കെ പോകുന്ന കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാനിവിടെ പിണങ്ങിയിരിക്കുവാണേ എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. മീട്ടു ചേച്ചി വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചോട്ടു അതിനൊന്നും വഴങ്ങുന്നില്ല. ചോട്ടു അങ്ങനെ ദേഷ്യപ്പെട്ട് ചേച്ചിയെ തള്ളി മാറ്റിയിട്ട് അങ്ങനെ ഇരിക്കുക. തള്ളി മാറ്റിയപ്പോഴത്തേക്കും നന്നു ചേച്ചി മീട്ടുവിനെ കളിയാക്കിയപ്പോഴത്തേക്കും ചോട്ടും കൂടെ നിന്ന് കളിയാക്കുവാണ്. അത് കഴിഞ്ഞ് വീണ്ടും നന്നു ചേച്ചിയുടെ കാല് നേരെ വെക്കാൻ പറഞ്ഞിട്ട് ചാടാൻ വേണ്ടി പോയി നിൽക്കുവാണ്. ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി ചാടിയപ്പോഴത്തേക്കും പിന്നെ ആൾ ഹാപ്പിയായി. രണ്ടാമത് ചാടാൻ പോയപ്പോഴത്തേക്കും നന്നു ചേച്ചി കാലും മാറ്റിയപ്പോൾ വീണ്ടും പോയി പിണങ്ങി അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഈ പിണക്കവും ഇണക്കമൊക്കെ ആയിട്ട് ഈ ചേച്ചിമാരും അനിയത്തിയും തമ്മിലുള്ള അടിയൊക്കെ ഇങ്ങനെ അങ്ങ് നീണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.
ഇനി അടുത്തൊരു വീഡിയോവുമായിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.